എടാ നിങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ? ഫ്രിഡ്ജ് ഉണ്ട്, താങ്ക് യു. ഈ ഫ്രിഡ്ജിന്റെ പ്രത്യേകത എന്താ? നമ്മൾ കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കും അല്ലേ? അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിരിക്കും അല്ലേ? ആണ്. അല്ല ഇതൊക്കെ ഇപ്പം എന്തിനാ ഇവിടെ പറയുന്നത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ആവശ്യമുണ്ട്. എടാ നിങ്ങൾ ക്രയോ പ്രിസർവേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. ക്രയോ പ്രിസർവേഷൻ. ഈ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഫ്രിഡ്ജിൻ്റെ അതേ പരിപാടി തന്നെയാണ്. ഫ്രിഡ്ജിൽ നമ്മൾ എന്ത് ചെയ്യും? വളരെ തണുപ്പിൽ എന്ത് ചെയ്യും? കുറേ സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതേപോലെ തന്നെ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രിസർവിങ് സെൽസിനെ നമ്മൾ സൂക്ഷിച്ചു വെക്കും, അല്ലെങ്കിൽ ടിഷ്യൂസിനെ സൂക്ഷിച്ചു വെക്കും, അല്ലെങ്കിൽ ഓർഗൻസിനൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കും. എങ്ങനെ? അറ്റ് വെരി ലോ ടെമ്പറേച്ചർ, ഭയങ്കര ലോ ടെമ്പറേച്ചറിൽ, വളരെ താഴ്ന്ന താപനിലയിൽ. ഫ്രിഡ്ജിലെ പോലെ തന്നെ, ഫ്രിഡ്ജിൻ്റെ അത്ര നല്ല, ഫ്രിഡ്ജിനേക്കാൾ താഴ്ന്ന താപനിലയിലായിരിക്കും അത്. വളരെ താഴ്ന്ന താപനിലയിൽ ജീവനുള്ള കോശങ്ങളെയും കലകളെയും അവയവങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന പ്രക്രിയയാണ് എന്ത്? ക്രയോ പ്രിസർവേഷൻ. ഫ്രിഡ്ജിൻ്റെ അതേ സെറ്റപ്പ് തന്നെ. പക്ഷെ ഫ്രിഡ്ജിലൊരു 0 ഡിഗ്രിയോ മൈനസൊക്കെ ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് 0 വിട്ടു. മൈനസ് എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ മൈനസ് ഒന്നല്ല. -196 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സെൽസിനെയും ടിഷ്യൂസിനെയും ഓർഗൻസിനെയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അതാണ് ക്രയോ പ്രിസർവേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും ലോ ടെമ്പറേച്ചറിൽ നമുക്ക് സെൽസിനെയും ടിഷ്യൂസിനെയും ഓർഗൻസിനൊക്കെ പ്രിസർവ് ചെയ്യാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാലാകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മൾ ഫ്രിഡ്ജിൽ തക്കാളിയും പച്ചമുളകും ചോറും ബിരിയാണിയും അരിയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സൂക്ഷിച്ചു വെക്കാറില്ല. അതേ പരിപാടി തന്നെ. ഓക്കെ, എന്നാ ഞാൻ അടുത്തത് ബയോ റെമഡിയേഷൻ. അതെന്താ സാർ ബയോ റെമഡിയേഷൻ? ബയോ റെമഡിയേഷൻ എന്ന് വെച്ചാൽ സിമ്പിളാണ്. ബയോ എന്ന് പറഞ്ഞാൽ ഓർഗാനിസംസ്, റെമഡി എന്ന് പറഞ്ഞാൽ പരിഹാരം. അപ്പോൾ എന്താ ബയോ റെമഡിയേഷൻ? ഓർഗാനിസത്തിനെ വെച്ചിട്ടുള്ള പരിഹാരം. അതന്നെ സംഭവം. ഇതാ യൂസസ് മൈക്രോ ഓർഗാനിസം ആൻഡ് പ്ലാന്റ്സ്. മൈക്രോ ഓർഗാനിസത്തിനെയോ പ്ലാന്റ്സിനെയോ ഒക്കെ ഉപയോഗിക്കും. എന്തിന്? ടു റിമൂവ് പൊല്യൂട്ടൻസ് ഫ്രം കണ്ടാമിനേറ്റഡ് എൻവിറോൺമെന്റ്സ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എൻവിറോൺമെന്റ്സിൽ നിന്നും ആ പൊല്യൂട്ടഡ് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യും? മൈക്രോ ഓർഗാനിസത്തിനെയും പ്ലാന്റ്സിനെയും ഉപയോഗിക്കും. ഏതെല്ലാം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എൻവിറോൺമെന്റ്, ലൈക്ക് സോയിലോ വാട്ടറോ എയറോ, ഇപ്പം നമ്മളെ ചുറ്റുപാടുമുള്ള മണ്ണോ ജലമോ വായുവോ അങ്ങനെ എന്തെങ്കിലും മലിനമായിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ നമ്മൾ ആരുപയോഗിക്കുന്നു? സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും, അല്ലെങ്കിൽ ബയോ ഓർഗാനിസത്തിന് ഉപയോഗിക്കുന്ന ആ ഒരു സാങ്കേതിക വിദ്യ, ആ ഒരു ടെക്നോളജിയാണെന്ത്? ബയോ റെമഡിയേഷൻ. അപ്പോൾ ക്രയോ പ്രിസർവേഷനും ബയോ റെമഡിയേഷനും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി ആണെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ട് കമൻറ്റ് ഇട്ടോളൂ. ഓക്കെ, ഗുഡ് ബൈ.